എനിക്കിതിലൊന്നും അങ്ങോട്ട് പൂർണ്ണ വിശ്വാസം ഉണ്ടായിട്ടല്ല. എന്നാലും എല്ലാ കാര്യങ്ങളും നമ്മുടെ മാത്രം നിയന്ത്രണത്തിലാണെന്ന് അങ്ങോട്ട് തോന്നണില്ല. അത്ര മാത്രം തടസ്സങ്ങളാ. ഹോ, അല്ല ഈ ഒരുമാതിരി പാമ്പും കൂടിയും കളി പോലെ ഏത് നേരവും പാമ്പിന്റെ വായിപ്പെട്ട് താഴേക്ക് പോരല്ലേ. എന്നാ കോണിയുടെ അടുത്തെത്തുമ്പോഴോ കരിയോട്ട് വീഴൂല്ല. ആവശ്യത്തിന് എണ്ണം വീണാലല്ലേ എങ്ങനെയെങ്കിലും അങ്ങോട്ട് കയറി പോകാൻ പറ്റുള്ളൂ. അങ്ങനെ കരു നമ്മുടെ ഇഷ്ടത്തിന് വീണെങ്കിലേ മോളിൽ കിടന്ന് തിരിയണ ഒരുപാട് പേര് വിചാരിക്കണം. അജേട്ടാ, ഈ വാവടക്കുമ്പോ ചിലർക്ക് ഭ്രാന്ത് കൂടുന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഓ, പിന്നെ ഈ ലോകത്തുള്ളവരെ മുഴുവൻ ചന്ദ്രൻ മുകളിൽ നിന്ന് ആകർഷിക്കുന്നുണ്ട്. ചന്ദ്രൻ ഒന്ന് വീക്കായാൽ മനസമാധാനം അപ്പ പോകും. നീ ഇതൊക്കെ എന്നാ മനസ്സിലാക്കിയത്? ഒരു തവണ ദേവറാം സാറിന്റെ അടുത്ത് ചെന്നാൽ അജയേട്ടന് എന്തെല്ലാം അറിയാൻ കിടക്കുന്നു. അല്ല ഈ ദേവറാം എന്ന് പറയുന്നത് അത്ര വലിയ ജോത്സ്യനാ? ജോത്സ്യനും മാന്ത്രികനൊന്നുമല്ല, അങ്ങനെ ഒരു തട്ടിപ്പുകാരനും അല്ല. ദേ എന്റെ കയ്യിൽ തിലകമണി കണ്ട, മൂപ്പര് തന്നതാ. ഇത് ഇട്ടേ പിന്നെ ഒരു പ്രോബ്ലം എന്നെ ബാധിച്ചിട്ടില്ല. ഞങ്ങളുടെ നേതാവ് പാർട്ടിയിലേക്ക് തിരിച്ചു വന്ന എങ്ങനെയാ? മൂപ്പര് പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ മാറ്റിയിട്ടാ. എന്നാലും ഈ ആൾ ദൈവം എന്നൊക്കെ പറയുമ്പോ ഇത് ദൈവമാണെന്ന് ആര് പറഞ്ഞു? സയൻസ് ആണ്. മൂപ്പര് ശരിക്കും സയന്റിസ്റ്റാ. സയൻസിൽ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? സയൻസ് സത്യ. ഞാനൊരു ജാലവിദ്യക്കാരനല്ല, ജ്യോതിഷിയല്ല, സന്യാസിയല്ല. സാധാരണ ഭൗതിക ജീവിതം നയിക്കുന്ന ഗൃഹസ്ഥാശ്രമിയായ ഞാൻ ഭൂമിയിൽ അസംഖ്യം ജീവജാലങ്ങളെ സ്വാധീനിക്കുന്ന നെഗറ്റീവ് പോസിറ്റീവ് എനർജി എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുവെന്നേ ഉള്ളൂ. നമ്മെ ബാധിക്കുന്ന നെഗറ്റീവ് എനർജി പോസിറ്റീവ് ആക്കുന്നത് എങ്ങനെ എന്ന് ഞാൻ ചിന്തിക്കുന്നു. അല്ല, എനിക്ക് ഇത്തരം കാര്യങ്ങൾ അങ്ങോട്ട് പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷെ താങ്കൾ കടന്നു വന്നപ്പോൾ അപാരമായ ഒരു പോസിറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങളുടെ വസ്ത്രം കൂടി കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു, അസാരമായ ദൈവാധീനമുള്ള ഒരാളാണ് എന്നെ തേടി വന്നിരിക്കുന്നതെന്ന്. പറയൂ, ശനിയാഴ്ച ധരിക്കേണ്ടുന്ന നിറം കറുപ്പാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഇന്ന് താങ്കൾ കറുപ്പ് ഷർട്ടിട്ടത്? ഹിന്ദു മിത്തോളജി പ്രകാരം ഓരോ ദിവസത്തിനും ഓരോ നിറമാണ് പഥ്യം. ഉദാഹരണത്തിന് ഞായർ സൂര്യന്റെ ദിവസമാണ്, അന്ന് ധരിക്കേണ്ടത് ചുവപ്പ് നിറം. തിങ്കൾ ചന്ദ്രന്റെ ദിവസമാണ്, മഞ്ഞ. ചൊവ്വ അതായത് മാർസ്, അന്ന് ധരിക്കേണ്ടത് മെറൂൺ. ബുധൻ മർക്കുറി, പച്ച. വ്യാഴത്തിന് ഓറഞ്ച്. വെള്ളി ശുക്രൻ, നീലയോ വെള്ളയോ അഭികാമ്യം. ശനി എന്നാൽ സാറ്റേൺ, അതുകൊണ്ട് കറുപ്പ്. അയ്യോ, അതൊന്നും നോക്കിയിട്ടല്ല ഞാൻ ഈ ഷർട്ട് ഇട്ടത്. മനസ്സിലായി. അതറിയാവുന്നവർ കോസ്മിക് ലോ അനുസരിക്കുന്നവരാണ്. ദൈവാധീനമുള്ള ചിലരാകട്ടെ അവരറിയാതെ തന്നെ ആ നിറം തിരഞ്ഞെടുക്കുന്നു. താങ്കൾ അങ്ങനെ ഒരാളാണ്. താങ്കൾ വന്നതിൻ്റെ കാരണം ഇതിനകം തന്നെ എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. ധനമാണ് താങ്കളുടെ പ്രശ്നം, അതായത് കുബേരനാണ് വീക്ക്. ചെറിയ തടസ്സങ്ങളേ ഉള്ളൂ. പക്ഷേ ഇത് മാറണമെങ്കിൽ കോസ്മിക് വേൾഡിന്റെ മാഗ്നറ്റിക് ഫ്ലക്സും താങ്കളുടെ ഹ്യൂമൻ ബോഡിയുടെ മാഗ്നറ്റിക് ഫ്ലക്സും മെർജ് ചെയ്ത് ഒന്നാകണം. യു ഗെറ്റ് മീ? അതിന് വജ്രം കൊണ്ടേ കഴിയൂ. കോടാനുകോടി വർഷങ്ങളായി ഭൂമിക്കടിയിൽ കാന്തിക പ്രഭാവലയത്തിൽ കിടക്കുന്ന റിയൽ വജ്രം നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്ന പോസിറ്റീവ് എനർജി കാര്യങ്ങളിൽ ശരിയായ തീരുമാനമെടുക്കാൻ സഹായിക്കുന്നു. അത്രയ്ക്ക് സിമ്പിളാണ് ഞങ്ങളുടെ തിയറി. ആ ജന്മനക്ഷത്രം അനിഴം. ജനിച്ചത് ജൂലൈ. സോ ദ സോഡിയാക് സൈൻ ഈസ് ക്യാൻസർ. ധനാഗമ ഭൈരവമാല തന്നെ വേണം. ഐ മീൻ റിയൽ വജ്രം. ചിലവ് 1,00,000 വരെ, അത്രേ ഉള്ളൂ. 1,00,000? യെസ്. ഫസ്റ്റ് ഓഫ് ഓൾ യു ടു സ്റ്റിമുലൈസ് യുവർ എനർജി ലെവൽ മിസ്റ്റർ അജയൻ നായർ. എനിക്ക് വേണമെങ്കിൽ ചില വില കുറഞ്ഞ കല്ലുകൾ താങ്കളെ ഏൽപ്പിക്കാം. പക്ഷെ അതിൽ കാര്യമില്ല. ഞങ്ങൾ തരുന്ന മാല ധരിച്ച ശേഷം താങ്കൾ സ്വര എന്ന യോഗ കൂടി പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. സംഭവിക്കുന്ന അത്ഭുതങ്ങൾ നേരിൽ അനുഭവിക്കാം. അതിനുശേഷം ആ മാല വേണ്ടെങ്കിൽ ഇവിടെ തന്നെ തിരികെ തരാം. വജ്രത്തിന്റെ തുക മടക്കി തരും. എന്ന് വെച്ചാൽ ഒരു ചെറിയ തുക മാത്രം ദക്ഷിണയായി ഞങ്ങൾ എടുക്കും. കാരണം സ്വര ചാരിറ്റബിൾ സൊസൈറ്റി നടത്തുന്നത് കച്ചവടമല്ല, ഒരു സേവനമാണ്. ചിന്തിക്കൂ മിസ്റ്റർ അജയചന്ദ്രൻ നായർ, എനിക്ക് സ്വര പ്രാക്ടീസ് ചെയ്യാൻ സമയമായി. സ്വര. ഇതെന്തായി കാട്ടണേ? സ്വര. സ്വരയോ? ഇതെന്ത് വേഷ ഇത്? സൺഡേ, സൂര്യൻ ചുവപ്പ്. അയ്യേ, ഇതെന്താ ഇങ്ങനെ ഒരു മാല? ഊരി കളയാ ചേട്ടാ, മഹാ ചീപ്പാ. ചീപ്പോ?
ഇതേ ഒറിജിനൽ ഡയമണ്ടാ, അല്ലെങ്കിൽ നിനക്ക് ബോധമില്ല. ഇതിന്റെ വില കൂടി കേട്ടാലേ നിന്റെ ഉള്ള ബോധം കൂടി പോകും. 1 കോടി രൂപയാണെന്ന് പറഞ്ഞാൽ ആണുങ്ങൾ ഇമാതിരി മാല ഇട്ടോണ്ട് നടക്കുന്നത് ചീപ്നെസ് തന്നെയാ. ഒന്ന് അഴിക്കാ. ഇതേ അച്ഛന്റെ പോസിറ്റീവ് എനർജി കൂട്ടാനുള്ളതാ. ഒരിക്കൽ ഇട്ടാ പിന്നെ അഴിക്കാൻ പാടില്ല. നീ ഓറ എന്ന് കേട്ടിട്ടുണ്ടോ? കാട്ടുകോഴിക്കുന്ന സംക്രാന്തി ഇല്ലേ? എടീ, ദൈവങ്ങളുടെ ഫോട്ടോയിൽ അവരുടെ തലയ്ക്ക് പുറകിൽ ഒരു വട്ടം കണ്ടിട്ടില്ലേ? പ്രഭാവലയം. അതാണ് ഓറ. അതെല്ലാ മനുഷ്യരിലുണ്ട്. പക്ഷെ നമ്മൾ അതിന് എനർജി കൂട്ടാൻ വേണ്ടി ചിലർക്ക് വൈരം, മരതകം, മാണിക്യം, അങ്ങനെ 100 കണക്കിന് കല്ലുകളാ. എന്റെ ജനനസമയം രാശിയും വെച്ച് ഈ വൈരക്കല്ലിട്ട പിന്നെ ഒരു നെഗറ്റീവ് എനർജി എന്നെ ബാധിക്കില്ല. അച്ഛന് വട്ടായ ആരാ ഈ മണ്ടത്തരൊക്കെ പറഞ്ഞു തന്നത്? മണ്ടത്തരോ? അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് പുച്ഛിക്കരുത്. അല്ല, ഇതിനു മുമ്പ് അങ്ങനെയൊന്നും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ചോദിച്ചതാ. പണ്ടത്തെ പോലെ അല്ല, ഇപ്പൊ ബിസിനസ്സുകാരന് 100,000 കൂട്ടം പ്രശ്നങ്ങളാ. അപ്പൊ അതാ കാര്യം. എന്ത്? മുമ്പ് ജോലിക്കാരനായിരുന്നപ്പോ മാസാമാസം കിട്ടുന്ന ശമ്പളം ഒരു ദൈവം വിചാരിച്ചാലും കൂട്ടാൻ പറ്റില്ലെന്ന് അജയേട്ടന് നന്നായിട്ട് അറിയായിരുന്നു. അപ്പൊ നിരീശ്വരവാദി ആയാലും തരക്കേടില്ല. ഇപ്പൊ ബിസിനസ്സുകാരനായപ്പോ ഏതെങ്കിലും ദൈവം വിചാരിച്ച് ബിസിനസ് മെച്ചപ്പെട്ടാലോ? ഇപ്പൊ നീ ക്രിയേറ്റ് ചെയ്യുന്നത് നെഗറ്റീവ് എനർജി. അത് നിന്നെ കൊണ്ട് പറയിക്കണത് എന്റെ അച്ഛൻ അച്യുതൻ നായർ. പക്ഷേ ഈ മാലയിട്ടത് കൊണ്ട് അതൊന്നും എന്നെ ബാധിക്കാൻ പോകുന്നില്ല മോളെ. എനിക്കൊട്ട് ദേഷ്യവും വരില്ല. എന്നിട്ട് ഇപ്പൊ ദേഷ്യം വന്നതോ? എനിക്ക് പോസിറ്റീവ് എനർജി വന്നു. ഇനി എനിക്ക് ദേഷ്യേ വരില്ല. അമ്മേ, എന്താ ഉണ്ടായത്? മോളെ, അമ്മ കുറച്ചു നേരം യുക്തിവാദിയാവാൻ നോക്കി. പക്ഷേ പെട്ടെന്ന് ഭക്തനായ നിന്റെ അച്ഛനത് നെഗറ്റീവ് എനർജി. ഇത് മരിച്ച വാസുവിന്റെ ഭാര്യ അമ്മിണി. ഇതാ മരിച്ച പ്രഭാലേട്ടൻ അനിയ ഗംഗാധരൻ. ഇത് കണ്ട നമ്മുടെ ഗോപാലേട്ടൻ എണീറ്റ് നിൽക്കാൻ പറ്റണ്ട ഈ പാവത്തിന്. പിന്നെ ആരൊക്കെയാണെന്ന് വെച്ചോ പറഞ്ഞു കൊടുറോ. അതിന് അജയനെ തറഞ്ഞു വെച്ചോണ്ട് ഒച്ച വെച്ചോണ്ട് പ്രശ്നം തീരില്ലല്ലോ. തീർക്കണം. തരാന്ന് പറഞ്ഞ തുക ഇന്ന് തന്നെ കിട്ടണം. ഇന്ന് തന്നെ വേണോ? എന്താ പറ്റില്ലേ? ഇല്ലെങ്കിൽ പറ, എന്താ വേണ്ടത് ഞങ്ങൾക്കറിയാം. തുറന്നൊന്ന് മിണ്ട് നായരെ, ഒരു തീരുമാനം പറ. നഷ്ടപരിഹാരം കൊടുക്കാന്ന് അജയന്തൻ നായരെ ഏറ്റതാ. അപ്പൊ പിന്നെ അത് വെച്ച് വഹിക്കണ്ടെന്നാ എന്റെ അഭിപ്രായം. അതാണ് ഞങ്ങൾ ചോദിക്കുന്നത് കുറുപ്പേ. ഇത് ഒരു തരം ഉമ്മാക്കി കളിയല്ലേ? ഈ പാവങ്ങൾ പണിക്ക് പോവാണ്, പട്ടിണി കിടക്കാൻ തുടങ്ങി ദിവസത്തിലേ. നിർത്തലോ, അതിന് ഇവര് സംസാരിച്ചോളൂ. താനെന്തിനാ ഇവരുടെ നേതാവായിട്ട് കെട്ടിയിറങ്ങിയത്? നീയൊക്കെ കൊടി പിടിച്ച് മുട്ടുകുത്തിച്ച മുതലാളിമാരുണ്ടാവും. അക്കൂട്ടത്തിൽ നീ അജയചന്ദ്രൻ നായരെ കാണണ്ടാട്ടോടാ. വേണ്ട. അത് ശരി, മൂരാച്ചി മുതലാളിത്ത സ്വഭാവം ഇവിടെ എടുത്താണ്ടല്ല. ഈ നാട്ടിൽ വർഗസ്നേഹമുള്ള തൊഴിലാളികൾ ഇനിയും ഉണ്ട് മുതലാളി. നിങ്ങൾ കുറച്ച് വേർക്കും. എന്താ സുരേന്ദ്ര ഇത്? അമ്പലപുരത്താണോ തടഞ്ഞു വെക്കലും ചോദ്യം ചെയ്യലൊക്കെ? രവിയേട്ടനിൽ ഇടപെടണ്ട. ഈ കണക്ക് ഇവിടെ തീർക്കണം. നമുക്ക് തീർക്കാം. ബഹളം വെച്ചുകൊണ്ട് പരിഹാരം ഉണ്ടാവൂ. ഞാനല്ലേ പറയുന്നത്, നിങ്ങൾ ചെല്ല്. രവിയേട്ട, നീ ആളുകളെ വിളിച്ച് പോ സുരേന്ദ്ര. ഒരു തീരുമാനം ഉണ്ടാക്കി ഉടനെ അറിയിക്കാം. എങ്കിൽ അത് നാളെ തന്നെ വേണം. അല്ലെങ്കിൽ കാര്യങ്ങൾ ഏതൊക്കെ വിധത്തിൽ വഷളാവുമെന്ന് ഇപ്പം പറയാൻ പറ്റില്ല. അജയൻ ചെല്ല്. ഇവിടെ അധികം നേരം നിൽക്കണ്ട. രാഷ്ട്രീയക്കാരോട് കശപിശുണ്ടാക്കി ശരിയാവില്ല. അത് ശരി. അപ്പൊ ഇത് എല്ലാരും കൂടി ചേർന്നിട്ടുള്ള ഒരു നാടകം കളിയായിരുന്നു അല്ലേ? എന്നെ അപമാനിക്കാനാണ് നീ ആ കൊടിച്ചിപ്പെട്ടി ഇറക്കി വിട്ടതെങ്കിൽ നടക്കൂല രവീന്ദ്ര. ഞാനും ഈ നാട്ടിൽ തന്നെയാ ജീവിക്കുന്നത്. വാട സുഗത. അല്ല, എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. ഈ മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറുകൾ ചെയ്യണ പോലെ അവനെ കാണുമ്പോ വെല്ലുവിളിക്കണത് എന്തിനാ? നീ പിന്നാലെ നടന്ന പെണ്ണ് നിന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് അവനെ കെട്ടി. അതിന് അവന്റെ മെക്കിട്ട് കയറുന്ന എന്തിനാ? പാവുള്ളവൻ.